ജൂലൈ മാസം 30 ക്രിസ്തുവർഷം 2025. മലയാളം പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ബൈബിൾ പഠനവുമായി ദൈവകൃപയാൽ ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. നിത്യമായ കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ, പ്രത്യാശയുടെ വചനങ്ങൾ പഠിപ്പിക്കുവാൻ ദൈവം നൽകുന്ന അവസരങ്ങൾക്കായിട്ട് ഞാൻ വ്യക്തിപരമായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ തിരുവചന വായനയ്ക്കായിട്ട് അപ്പസ്തോല പ്രവൃത്തികളിൽ നിന്ന് 2 ഭാഗം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പസ്തോല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിൽ നിന്നും 20-ാം അധ്യായത്തിൽ നിന്നും. 17-ാം അധ്യായത്തിൻ്റെ 30, 31, 2 വാക്യങ്ങളും 20-ാം അധ്യായത്തിൻ്റെ 20, 21 വാക്യങ്ങൾ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പസ്തോല പ്രവൃത്തികൾ 17-ാം അധ്യായം 30, 31 വാക്യങ്ങൾ. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോഴെല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ് നൽകിയുമിരിക്കുന്നു. അതിൻ്റെ 20-ാം അധ്യായം അപ്പസ്തോല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിൻ്റെ 20ഉം 21 വാക്യങ്ങൾ കൂടി വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇത് അപ്പസ്തോലൻ ആയ പൗലോസ്, സഭയുടെ പ്രമുഖ അപ്പസ്തോലനായ അപ്പസ്തോല പൗലോസിൻ്റെ പരിശുദ്ധാത്മാവിൽ പ്രസംഗിച്ച പ്രസംഗങ്ങളാണ്, അവൻ്റെ ഉപദേശങ്ങളാണ്. അത് വളരെ മർമ്മപ്രധാനമായ വിഷയങ്ങളാണ്. അതുകൊണ്ട് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പസ്തോല പ്രവൃത്തി 20-ാം അധ്യായം 20ഉം 21 വാക്യങ്ങൾ. പ്രയോജനമുള്ളത് ഒന്നും മറച്ച് വയ്ക്കാതെ പരസ്യമായും വീടുതോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു എന്നും ദൈവത്തിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചു എന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. ഈ 2 വാക്യങ്ങളും നമ്മുടെ ഇന്നത്തെ സന്ദേശത്തോടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് എന്ന് നമുക്ക് പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങളെ പഠിപ്പിക്കട്ടെ. അതിനുള്ളൊരു സംരംഭമാണ് ഇവിടെ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ ദൈവമേ, അവിടത്തേക്ക് ഞങ്ങൾ നന്ദിയും സ്തുതിയും സ്തോത്രങ്ങളും അർപ്പിക്കുന്നു. കാരണം അവിടുന്ന് ഞങ്ങളുടെ സൃഷ്ടാവും പരിപാലകനും ഞങ്ങളുടെ ജീവൻ നിലനിർത്തുന്നതുമായ ദൈവമായിരിക്കാൻ നന്ദി പറയുന്നു. ഇപ്പോൾ കർത്താവെ, ഞങ്ങൾ അവിടുത്തെ വചനത്തിൽ നിന്ന് പഠിക്കുമ്പോൾ ഇതിന് പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുകയും ദൈവത്തിലേക്ക് തിരിയുവാനും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാനും മാനസാന്തരപ്പെടുവാനും അതുവഴി കർത്താവെ പ്രത്യാശയുള്ള നിത്യമായ കാര്യങ്ങളുടെ ഉറപ്പുള്ള ഒരു ജീവിതം ആരംഭിക്കുവാൻ അത് ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് നാം ആത്മീയ ജീവിതത്തെക്കുറിച്ച് പഠിക്കുകയാണ്. ആത്മീയ ജീവിതം ക്രൈസ്തവ ജീവിതമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഉള്ള ഒരു ജീവിതമാണ് ആത്മീയ ജീവിതം, ക്രിസ്തീയ ജീവിതം, ക്രൈസ്തവ ജീവിതം എന്നെല്ലാം അതിനെക്കുറിച്ച് വിളിക്കാവുന്ന പേരുകളാണ്. അതിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സുവിശേഷീകരിക്കുക എന്നുള്ളത്. നമ്മൾ കണ്ടെത്തിയ ദൈവത്തിൻ്റെ പരിശുദ്ധാൽ നമുക്ക് ബോധ്യം തന്ന അതിനോടുള്ള ബന്ധത്തിൽ നിത്യമായ പ്രത്യാശയും നിത്യമായ ഉറപ്പും ദൈവത്തോട് വസിക്കും എന്നുള്ള ആ പ്രത്യാശയിൽ അത് മറ്റുള്ളവരോട് പറയുക എന്നുള്ളത് ഒരു ആത്മീയ മനുഷ്യൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിൽ ഇപ്രകാരം നമുക്ക് പറയാൻ പറ്റും: സ്നേഹത്തിൽ സത്യം സംസാരിക്കണം. അതാണ് നമ്മളെക്കുറിച്ച് എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നത്. അതിന് നാം ദൈവിക സത്യങ്ങൾ പരിശുദ്ധാത്മാവിൽ പഠിക്കപ്പെട്ടവരായി അത് മറ്റുള്ളവരോട് പറയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു ഉത്തരവാദിത്തമാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച ഉത്തരവാദിത്തങ്ങളെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഉത്തരവാദിത്തങ്ങളുമുണ്ട്, കടമകളുമുണ്ട്. കാരണം ദൈവം ചില കാര്യങ്ങൾ കൽപ്പനയായിട്ട് നൽകിയിരിക്കുകയാണ്. അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്.
എന്നാൽ ചില കാര്യങ്ങൾ അതിന് നമ്മൾ കടമകളെന്ന് പറയും, അത് കൽപ്പനയായി നൽകിയിരിക്കുന്നുണ്ട്. എന്നാൽ ചില ഉത്തരവാദിത്തങ്ങൾ എന്ന് പറഞ്ഞാൽ അത് യു മേ ഡു, നിങ്ങൾ ചെയ്യണം, ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള വിധത്തിലുള്ള ചില ക്രിയാപദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് അത് നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്നൊരു ഉത്തരവാദിത്തം കൂടി നമുക്കുണ്ട്. അപ്പം അങ്ങനെ ഉത്തരവാദിത്തങ്ങളുണ്ട്, കടമകളുണ്ട്. നമ്മളിപ്പോൾ പഠിച്ചു വരുന്നത് മിക്കവാറും തന്നെ ഉത്തരവാദിത്തങ്ങളാണ്. അതിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ച അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, അങ്ങനെ നമ്മൾ മാനസാന്തരപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. മാനസാന്തരപ്പെടണം, അതാണ് അതിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ നാം വായിച്ചത്. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. ഇത് കൽപ്പനയാണത്, എന്നൊന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് നാം ദൈവത്തിങ്കിലേക്ക് മാനസാന്തരപ്പെടണം. എന്ന് പറഞ്ഞാൽ മനസ്സിന് അന്തരം വേണം. നമ്മൾ ജനിച്ചു വരുന്ന സാഹചര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ച് നമ്മൾ ഭയത്തിലും നമ്മുടെ സംഘടനാ രൂപത്തിലൊക്കെ ചെയ്യുന്ന ജീവിതത്തിൽ ദൈവത്തെ അറിയാതെ, ക്രിസ്തുവിനെ അറിയാതെ, പാപത്തിലും പാപത്തിൻ്റെ വഞ്ചനയിലും ജീവിച്ച ആ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ മാനസാന്തരപ്പെട്ട് നമ്മൾ ദൈവത്തിങ്കിലേക്ക് തിരിയുകയും നമ്മൾ കർത്താവ് യേശുവിൽ വിശ്വസിച്ച് പാപക്ഷമ ലഭിച്ച് പരിശുദ്ധ ദൈവത്തോടുള്ള കൂട്ടായ്മയിലേക്ക് വന്ന് നിരപ്പ് പ്രാപിച്ച് നമ്മുടെ ആത്മീയ ജീവിതം തുടരേണ്ടതും ആവശ്യം. അതുകൊണ്ടാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട വാക്യങ്ങൾ വായിക്കാൻ ഞാൻ ആഗ്രഹിച്ചത്. അതിൻ്റെ 27-ാം വാക്യം നമ്മൾ എളുപ്പമായി കഴിഞ്ഞ പ്രാവശ്യം പരിഗണിച്ചു. അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം അതിപ്രകാരമാണ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുന്ന. അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ. ദൈവം സൃഷ്ടാവാണ്. ഈ സൃഷ്ടിച്ച ദൈവം മനുഷ്യരെ സമയത്തിനും അതിരുകൾക്കും ഇടയിൽ അവനെ അവസരം നൽകുകയാണ്. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 പ്രധാനപ്പെട്ട ക്രിയകളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, നാം അവനെ അന്വേഷിക്കണം. രണ്ടാമതായിട്ട് അവനെ തപ്പി നോക്കണം. മൂന്നാമതായിട്ട് അവനെ കണ്ടെത്തണം. തീർച്ചയായിട്ടും കണ്ടെത്തി നമ്മൾ അവനിലേക്ക് മാനസാന്തരപ്പെടണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യം നടക്കേണ്ടത് നമ്മുടെ മനസ്സിലാണ്. മനസ്സ്, അവിടെയാണ് നമ്മുടെ തത്വശാസ്ത്രങ്ങൾ, നമ്മുടെ മതം, നമ്മുടെ ദൈവങ്ങളെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ, കഥകളെല്ലാം കെട്ടിക്കിടക്കുന്നത്. അതിനൊരു മാറ്റം വരിക എന്നുള്ളതാണ് ഈ മാനസാന്തരം, മനസ്സിന് വരുന്ന അന്തരം. ഒന്നിനെ വിട്ട് വേറൊന്നിലേക്ക് അതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. വെളിച്ചത്തിൽ, അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, ദുഷ്ടൻ്റെ അധീനയിൽ നിന്ന് ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക്. അതുപോലെ ഉള്ള വലിയൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അത് ദൈവം ആഗ്രഹിക്കുന്ന വിഷയമാണ്. അപ്പോസ്തലന്മാർ പ്രസംഗിച്ച വിഷയമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മനസ്സിൻ്റെ അന്തരമാണ്. അത് ഏറ്റവും വേഗത്തിൽ നടന്നാൽ ഏറ്റവും നല്ലത്. മിക്കവാറും തന്നെ അതിനുള്ള സാഹചര്യങ്ങൾ ഇന്നത്തെ ഈ സുവിശേഷീകരണ ലോകത്തിൽ ഒരുപാട് അവസരങ്ങൾ നമുക്കുണ്ട്. ബൈബിൾ കേൾക്കാനും വായിക്കാനും പഠിക്കാനും. ആദ്യ നൂറ്റാണ്ടുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ റിഫോർമേഷൻ വരെ 1517 മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ ലൂടെ ദൈവം നടത്തിയ നവീകരണം എന്ന് പറയപ്പെടുന്ന ആ വലിയ സംഭവത്തിന് ശേഷമാണ് ബൈബിൾ തർജ്ജമ ചെയ്യുവാനും വെർനാക്കുലർ നമ്മുടെ ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തുവാനും അത് വായിക്കാനും അതിലേക്ക് തിരിയുവാനും എല്ലാം ദൈവം നമുക്ക് അവസരം നൽകിയിരിക്കുന്നു. ഒരു കാലത്ത് ഇത് അന്ധകാരത്തിൻ്റെ ഒരു ലോകമായിരുന്നു. കാരണം ഒരു വെളിച്ചമാകുന്ന ബൈബിൾ അവർ അടച്ചു വെച്ചു. അതുകൊണ്ട് ഈ വേദപുസ്തകവും അതിലെ ദൈവവും അത് പറയുന്ന കൽപ്പനകളും നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യം. ഒന്നാമതായിട്ട് പറയുന്നത് 3 ക്രിയകളിൽ ഒന്ന് അന്വേഷിക്കുക എന്നുള്ളതാണ്. ഇത് ക്രിയയാണ്, നമ്മൾ ചെയ്യേണ്ട വിഷയമാണത്. അത് മാറ്റിവെക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ദൈവം നമ്മളോട് പറയുകയാണ്, നിങ്ങൾ അന്വേഷിക്കണം. നമുക്ക് മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 5, 6, 7 അധ്യായങ്ങളെക്കുറിച്ച് പറയുന്നത് ബീറ്റിറ്റ്യൂഡ്സ് എന്നാണ്. അത് മലയിലെ പ്രസംഗം എന്ന് ഉള്ള നാമധേയത്തിൽ മലയാള സമൂഹത്തിൽ അറിയാവുന്ന സുപ്രസിദ്ധമായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മലയിലെ പ്രസംഗം. അതിലെ ചില ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ
ഈ അന്വേഷിക്കുക എന്നുള്ളതും അതിൻ്റെ ഫലം എന്തായിരിക്കുമെന്നുള്ളതും നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ അന്വേഷിക്കാതെ മടിയന്മാരായിട്ട് ദൈവം തന്നിരിക്കുന്ന മനസ്സ് ഉപയോഗിക്കാതെ, ഹൃദയം ഉപയോഗിക്കാതെ, ചിന്തകൾ ഉപയോഗിക്കാതെ അങ്ങനെ മടിയന്മാരായിട്ട് അന്വേഷിക്കാതെ ഇരിക്കുന്ന മനുഷ്യർക്ക് ഇത് സാധ്യമല്ല. ജാതികളുടെ ഇടയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എങ്ങനെ ജനിച്ചുവോ അങ്ങനെ മരിക്കുന്നു. അതിനിടയിൽ ഒരു മാനസാന്തരത്തിന് ഇടം കിട്ടാത്ത വിധം പാരമ്പര്യം കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും അതിനെ നിറച്ചിരിക്കുകയാണ്. മാനസാന്തരത്തിന് അവസരം കൊടുക്കാതെ വണ്ണം ഉള്ള ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് അന്വേഷിക്കുക എന്നുള്ളതിനെക്കുറിച്ച് 3 വേദവാക്യങ്ങൾ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യം. അത് ഇപ്രകാരമാണ് മലയാളത്തിൽ പരിഭാഷ ചെയ്തിരിക്കുന്നത്. 33-ാം വാക്യം 6-ാം അധ്യായത്തിൻ്റെ മത്തായിയുടെ സുവിശേഷം 6-33. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. എന്ന് പറയുന്നത് നമ്മളുടെ പ്രയോറിറ്റി, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ദൈവത്തെ കണ്ടെത്തുക എന്നുള്ളതായിരിക്കും. നല്ലവനായ ദൈവം, സൃഷ്ടാവായ ദൈവം, അവൻ്റെ ആ അനുഗ്രഹത്തിലേക്ക്, അവനോടുള്ള കൂട്ടായ്മയിലേക്ക്, അവനുള്ള ബന്ധത്തിലേക്ക് നമുക്ക് കടക്കുക എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഷയം. അതാണ് ആദാമിൻ്റെ പാപം നിമിത്തം നഷ്ടപ്പെട്ടത്. ആദാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും, ദൈവത്തിൻ്റെ ഏദാൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യരാണ് നാം എന്ന് നമ്മൾ ഓർക്കുന്നത്. അതുകൊണ്ട് അവിടേക്ക് തിരിച്ചു വരിക, ഏദനിലേക്കും ഏദനിലെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്കും ആ വലിയ സൗഭാഗ്യത്തിലേക്ക് നമ്മൾ തിരിച്ചെത്തുക എന്നുള്ളത് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് മലയാള പ്രസംഗത്തിൽ നമുക്ക് അന്വേഷിക്കുക, നമ്മുടെ അന്വേഷണം ദൈവത്തെയും ദൈവത്തിൻ്റെ രാജ്യത്തെയും അവൻ്റെ ഭരണത്തെയും അവനെങ്ങനെ നമ്മളിന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളതായിരിക്കണം. അതുപോലെ തന്നെ 7-ാം അധ്യായത്തിൻ്റെ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 7ഉം 8ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരമാണ് കർത്താവ് അന്ന് പറഞ്ഞത്: യാചിപ്പൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. 8-ാം വാക്യത്തിൽ യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്ന ഏവനവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും. അതുകൊണ്ട് ഇത് എത്രയോ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് എന്നുള്ളത് നിങ്ങൾ ഓർപ്പിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അന്വേഷണ ബുദ്ധി, ഇത് ശരിയാണോ തെറ്റാണോ, എന്തുകൊണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് ഞാൻ ചെയ്യുന്നു, അതിൻ്റെ പിന്നിലുള്ള അധികാരം എന്താണ്, അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ള അന്വേഷിച്ച് തുടങ്ങിയാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ദൈവത്തിലേക്കും ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്കും തിരിക്കും എന്നുള്ള ഉറപ്പ് നമ്മൾ മലയാള പ്രസംഗത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യത്തിൽ നിന്നും 7-ാം അധ്യായത്തിൻ്റെ 7ഉം 8ഉം വാക്യത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അന്വേഷിപ്പൻ നിങ്ങൾ കണ്ടെത്തും. അത് തീർച്ചയാണ്. നിങ്ങൾ മടിയന്മാരായിട്ട് മനുഷ്യർ ചെയ്യുന്ന സമ്പ്രദായങ്ങൾ നമ്മൾ മാത്രം തുടരുകയാണ് എങ്കിൽ അവിടെ ചിന്തിക്കാനോ അന്വേഷിക്കാനോ ദൈവത്തെ കണ്ടെത്താനോ അവസരങ്ങൾ ഉണ്ട് എങ്കിലും അത് തീർച്ചയായിട്ടും അത് ഫലവത്താകുകയില്ല. എന്നാൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ റോമാലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 32 വരെ നമ്മൾ പലവട്ടം നമ്മുടെ ബൈബിൾ ക്ലാസ്സിൽ അത് വായിച്ചിട്ടുള്ളതാണ്. പലവട്ടം റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 32 അവിടെയാണ് നമ്മുടെ എല്ലാവരുടെയും, ജാതികളുടെയും യഹൂദൻ്റെയും അവസ്ഥ അവിടെ വെളിപ്പെടുത്തി. ദൈവത്തെക്കുറിച്ച് നമുക്ക് വെളിവായിട്ടും അത് ദൈവം തന്നെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നൊരു കാര്യമാണ്. അതിനെ എല്ലാം സത്യത്തെ അസത്യം കൊണ്ട്, അനീതി കൊണ്ട് തടുക്കുന്ന മനുഷ്യരെ നമ്മളായിത്തീർന്നിരിക്കുക. എല്ലാ മനുഷ്യർക്കും ഈ ദൈവത്തിൻ്റെ ആ ഒരു തൊടൽ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ നമ്മളതിനെയൊക്കെ തട്ടി മാറ്റി നമ്മുടെ ഇഷ്ടപ്രകാരം സമ്പ്രദായം, കാരണം നമുക്ക് മനുഷ്യരെ പേടിയാണ്, സമൂഹത്തെ പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച പരിശോധിച്ചതുപോലെ ഒരു പ്രധാനപ്പെട്ട ക്രിയ, നാം ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം, വ്യക്തിപരമായിട്ട് ദൈവത്തെ അന്വേഷിക്കണം. ദൈവത്തെ കണ്ടെത്തുമെന്നുള്ളത് ഉറപ്പാണ്, കണ്ടെത്തുമെന്നുള്ളത് തീർച്ചയായിട്ടും. അതുകൊണ്ട് അവനിലേക്ക് മാനസാന്തരപ്പെട്ട് ആ മാനസാന്തരം അതിൽ നമ്മുടെ വിശ്വാസമാണ്. വിശ്വാസത്തിൻ്റെ ഉള്ളടക്കങ്ങൾ മാറുന്നു. മൂകദൈവങ്ങളെ നമ്മൾ സേവിച്ച നാം ജീവനുള്ള ദൈവത്തെ സേവിക്കാൻ തുടങ്ങുന്നു. രണ്ടാമതായിട്ട് ഇവിടെ പറയുന്ന ഒരു ഉത്തരവാദിത്തം, ഒരു ക്രിയ എന്നുള്ളത്, നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തി എന്നുള്ളത് നമ്മൾ തപ്പി നോക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും തപ്പി നോക്കുന്നവരാണ് കുരുടന്മാരാണ്.
വളരെ ദയനീയമാവസ്ഥയാണ്. പല കാഴ്ച നഷ്ടപ്പെട്ടവരോ ജന്മന കാഴ്ചയില്ലാത്തവരോ വടിയും പിടിച്ച് നടക്കുന്നത് കാണുമ്പോൾ നമുക്ക് വളരെ ദയനീയമായ അവസ്ഥ. കാരണം ഇത്ര അത്ഭുതകരമായ ഒരു ലോകത്തെ കാണാൻ ഒരു കണ്ണുകളെ ദൈവം അടച്ചിരിക്കുകയാണ്. ഹെലൻ കെല്ലർ എന്ന് പറഞ്ഞ് ജന്മനാൽ അവർ അന്ധയായിരുന്നു. എന്നാൽ അവരോട് സുവിശേഷം പറഞ്ഞപ്പോൾ, ദൈവത്തിലേക്ക് കുറിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ആ അന്ധയായ സ്ത്രീ പറഞ്ഞു, എനിക്ക് ദൈവത്തെക്കുറിച്ച് അറിയാം. അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. അന്ധനായി ജനിക്കുന്നവരിൽ പോലും ഈ ലോകത്തും അത് ദൈവം കാണിച്ചിരുന്ന വലിയ കാര്യങ്ങൾ നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥയിൽ പോലും ദൈവം നേരിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമ്മുടെ തപ്പി നോക്കലിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 39-ാം വാക്യം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ തപ്പി നോക്കൽ എന്താണ്? ടു ടച്ച് ആൻഡ് ഫീൽ എന്നൊക്കെയാണ് അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഏതൊരു ഭാഷയിൽ നിന്ന് വേറൊരു ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ, ഇത് യവന ഭാഷയിൽ എഴുതപ്പെട്ട പുതിയ നിയമം അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഒരുപാട് കുറവുകൾ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അത് പരിഹരിക്കുക എന്നുള്ളതും സുവിശേഷീകരണത്തിൽ, ബൈബിൾ പഠനത്തിൽ കൊണ്ടുവരേണ്ട ഒരു വിഷയമാണ്. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അത് മനസ്സിലാക്കാൻ തപ്പി നോക്കുക എന്നുള്ളത് മനസ്സിലാക്കുന്നത് 24-ാം അധ്യായം, ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 39-ാം വാക്യം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. 39-ാം വാക്യം, ഞാൻ തന്നെ ആകുന്നു എന്ന് എൻ്റെ കൈയും കാലും നോക്കി അറിവിൻ, എന്നെ തൊട്ട് നോക്കുവിൻ, എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ കർത്താവായ യേശുക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അത് പറയുകയാണ്, എന്നെ തൊട്ട് നോക്കുക. ആ വാക്കാണ് ഇവിടെ തപ്പി നോക്കുക എന്നുള്ളത് ഉപയോഗിച്ചിരിക്കുന്നത്, തൊട്ട് നോക്കുക. അതുപോലെ തന്നെ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ ഇത് മനസ്സിലാക്കാൻ തക്കവണ്ണമുള്ള ഒരു ചെറിയ ഒരു വിഷയമാണത്. അതിവിടെ പറഞ്ഞിരിക്കുന്നത് 12-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം, എബ്രായ ലേഖനം. അവിടെ എഴുതിയിരിക്കുന്നത്, സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കൽ അല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, കർത്താവായ ദൈവം മോശയ്ക്ക് ന്യായപ്രമാണം കൊടുത്തപ്പോൾ അത് വളരെ ഭയാനകമായ ഒരു സാഹചര്യത്തിലാണ് കൊടുത്തത്. അതിനെക്കുറിച്ച് പറയുകയാണ്. എന്നിട്ട് മോശയോട് പറഞ്ഞു, മോശയുടെ ഈ യഹൂദന്മാർ ആരും, ഒരു മനുഷ്യന് ഈ പർവ്വതത്തിൽ തൊടാൻ പാടില്ല, അതിന് അതിരുകൾ വയ്ക്കണം, ഒരു മൃഗം തൊട്ട് കഴിഞ്ഞാൽ കൊല്ലണം. അപ്പം അങ്ങനെ അത് തൊടാൻ പറ്റാത്ത ഒന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ തൊട്ട് നോക്കി ദൈവത്തെ കണ്ടെത്തണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അന്വേഷണവും ഈ തപ്പി നോക്കുന്നതും അതിനെ തൊടാൻ ആഗ്രഹിക്കുന്നതെല്ലാം ആ ഒരു മനസ്സ് നമ്മളിലേക്ക് വരണം. കാരണം ദൈവം നമ്മുടെ സൃഷ്ടാവാണ്. നമ്മൾ 17-ാം അധ്യായത്തിൽ വായിച്ചു കഴിഞ്ഞു. അവൻ നമ്മുടെ സൃഷ്ടിയും നമ്മുടെ ജീവനും നമ്മുടെ നമുക്ക് എല്ലാം നൽകുന്നവനായതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും അവൻ അന്വേഷിച്ച് കണ്ടെത്തുക, തപ്പി നോക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം യോഹന്നാൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലും ഈ വാക്യം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ നമ്മുടെ ഉത്തരവാദിത്വമാകുന്ന ഈ അന്വേഷണം, തപ്പി നോക്കൽ, കണ്ടെത്തുക എന്നുള്ളത് അതിൻ്റെ ക്രിയാരൂപമായതുകൊണ്ട് അത് എവിടെയൊക്കെ എപ്രകാരമാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി അത് നമ്മൾ ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുക്കണം എന്നുള്ളതാണ് ഈ പഠനത്തിൻ്റെ വിഷയം. യോഹന്നാൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ യോഹന്നാൻ എഴുതുകയാണ്, ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ. അത് കർത്താവ് യേശുക്രിസ്തു മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രൻ, അവനെ സംബന്ധിച്ച് പറയുക, ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ. അപ്പം അങ്ങനെ ദൈവത്തെ സ്പർശിക്കാൻ തക്കവണ്ണം, ദൈവത്തെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം, അവൻ്റെ ദിവ്യശക്തിയും അവൻ്റെ ദിവ്യ സ്വഭാവവും എല്ലാം മനസ്സിലാക്കാൻ തക്കവണ്ണമുള്ള ഒരു സാധ്യത അവൻ അന്വേഷിക്കുന്നവർക്കുണ്ട്. അങ്ങനെ നമ്മൾ അന്വേഷിക്കുകയും തപ്പി നോക്കുകയും ചെയ്തിട്ട്
അവനെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് 17-ാം അധ്യായത്തിൻ്റെ അപ്പസ്തോല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജാ വസ്തുക്കളെ നോക്കുമ്പോൾ. ഇത് അന്നത്തെ കാലത്തെ അഭ്യസ്തവിധരായിട്ടുള്ള തത്വചിന്തകന്മാരായിട്ടുള്ള ഏതൻസിൽ നടക്കുന്ന സംഭവമാണ്. ഈ പൗലോസ് അപ്പസ്തോലൻ സംസാരിക്കുന്നത്, അവരോട് സംഭാഷണം നടത്തുന്നത്, ഈ പ്രസംഗം അവരോടാണ്. അവരോട് പറയുക, ഞാൻ ചുറ്റി നടന്നപ്പോൾ നിങ്ങളുടെ മധ്യത്തിൽ നടക്കുമ്പോൾ അജ്ഞാത ദേവന് എന്ന് എഴുത്തുള്ള ഒരു ദേവിക്കല്ല്, വേദിക്കല്ല് കണ്ടു. എന്നാൽ നിങ്ങൾ അറിയാത്ത പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. അവനെ കണ്ടു എന്ന് എഴുതിയിരിക്കുന്നത്. ഒരു സാധനം കണ്ടു, അവിടെ അൺനോൺ ഗോഡ്, അറിയാത്ത ദൈവത്തെ അവർ ആരാധിക്കുകയാണ്. അതുകൊണ്ട് സാക്ഷാൽ ദൈവം ആരാണ് എന്നുള്ളത് പൗലോസ് അപ്പോസ്തലനോട് പറയാം. അതുകൊണ്ട് ഇതിനെ കണ്ടെത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും ഈ സന്ദർഭത്തോട് അനുബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ദൈവമാണ് സാക്ഷാൽ ദൈവം. അവനാണ് സൃഷ്ടാവ്, അവനാണ് നമുക്ക് ജീവൻ നൽകുന്നത്. അവനാണ് തൻ്റെ പുത്രനെ അയച്ച് അവനെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിച്ച് അവനാണ് ന്യായം വിധിക്കുന്നവനെന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഒരു ന്യായവിധി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെ നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം. എന്ത് ചെയ്യണം? ദൈവത്തെ അന്വേഷിക്കണം, തപ്പി നോക്കണം, കണ്ടെത്തണം. തീർച്ചയായിട്ടും കണ്ടെത്തുക മാത്രമല്ല, അവനെ അറിയണം, മാനസാന്തരപ്പെടണം, അവനിൽ വിശ്വസിക്കണം. അതിനോടുള്ള ബന്ധത്തിലാണ് നാം അപ്പസ്തോലർ 20-ാം അധ്യായം 20-ഉം 21 വാക്യങ്ങൾ. പൗലോസ് അപ്പസ്തോലൻ്റെ ശുശ്രൂഷയിൽ ചെയ്ത കാര്യങ്ങൾ ഒരു സമ്മറി സ്റ്റേറ്റ്മെൻറ്റാണത്. ഞാൻ ഒന്നും മറച്ചു വയ്ക്കാതെ ദൈവത്തിലുള്ള മാനസാന്തരം, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, വളരെ പരമപ്രധാനമായ 2 ദൈവിക സത്യങ്ങളാണ്. നമ്മൾ ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തി അതിലേക്ക് തിരിഞ്ഞ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്തിനാണ് യേശുക്രിസ്തു വിശ്വസിക്കുന്നത്? കാരണം നമുക്ക് പാപപരിഹാരം ലഭിക്കേണ്ടത്. നമ്മൾ അശുദ്ധരായതുകൊണ്ട് നമുക്ക് ശുദ്ധി ലഭിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ നീതിയില്ലാത്തവരുകൊണ്ട് നീതി ലഭിക്കേണ്ട ആവശ്യമുണ്ട്. ഇതെല്ലാമുള്ള പരമമായിട്ട് വിശുദ്ധനും നീതിമാനും സ്നേഹവാനുമായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് നാം കടന്നില്ല. അതുകൊണ്ട് നമുക്ക് പാപക്ഷമ ആവശ്യമാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ആവശ്യമാണ്. പാപങ്ങൾ കഴുകി ശുദ്ധീകരിച്ച് ദൈവമായിട്ട് കൂട്ടായ്മ നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അങ്ങനെ കണ്ടെത്തിയവർ തീർച്ചയായിട്ടും സാക്ഷാൽ ദൈവത്തിലേക്ക് തിരിയുകയും പാപക്ഷമയ്ക്കായി യേശുക്രിസ്തുവിലും കാൽവരി മരണത്തിലും പുനരുദ്ധാനത്തിലും വിശ്വസിക്കണം. അങ്ങനെയുള്ളവർക്ക് ഉള്ള ഒരു ഉത്തരവാദിത്തമാണ് ഈ കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുക, അവരിലേക്ക് എത്തിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യമാരായിക്കോട്ടെ, ഭർത്താക്കന്മാരായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, നമ്മുടെ കാരണവന്മാരായിക്കോട്ടെ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ അയൽവക്കക്കാർ, നമ്മുടെ രാഷ്ട്രത്തിലുള്ളവർ, നമ്മുടെ സംസ്ഥാനത്തുള്ളവർ, രാഷ്ട്രത്തിലുള്ളവർ, ലോകത്തിലുള്ളവരോട് കിട്ടുന്ന സാഹചര്യങ്ങളനുസരിച്ച് ഈ മാനസാന്തരപ്പെട്ട നാം, ആത്മീയ ജീവിതം തുടങ്ങിയ നാം മറ്റുള്ളവർ പറയുക എന്നുള്ളത് നമ്മുടെ വലിയ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ അങ്ങനെ ആത്മീയ ജീവിതത്തിൽ മറ്റൊരു കടമയാണ് സുവിശേഷം അറിയിക്കുക, മറ്റുള്ളവരെ ദൈവത്തിലേക്കും യേശുക്രിസ്തുവിലേക്കും തിരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുക. അങ്ങനെ ബൈബിൾ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മാനസാന്തരത്തിൻ്റെ ആവശ്യകത നമുക്ക് മനസ്സിലാകും. കാരണം ദൈവം ആദിയിൽ ആദാമിനെ സൃഷ്ടിച്ചു. അതിനുശേഷം അവർ പാപം ചെയ്തു, അവരെ ഏദാൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അതിനുശേഷം ആദ്യമായിട്ട് കായൻ ജനിക്കുന്നു. കായന് ശേഷം ആബേലിന് ജന്മം നൽകുന്നു. കായൻ ആബേലിനെ കൊലപ്പെടുത്തുകയാണ്. അതിനുശേഷം ദൈവം നൽകുന്ന ഒരു സന്തതിയാണ് സേത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 2 വംശാവലികൾ ആദ്യമേ തുടങ്ങുകയാണ്. ഒന്ന് കായേൻ്റെ വംശാവലി, 2 സേത്തിൻ്റെ വംശാവലി. ഇവർക്ക് 2 പേർക്കും ഈ സാക്ഷാൽ ദൈവത്തിലേക്ക് മനസ്സിലാക്കപ്പെടേണ്ട ആവശ്യമാണ്. 2 പേർക്കും, 2 വംശാവലിക്കാർക്കും. എന്നാൽ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ, ഈ സേത്തിൻ്റെ വംശാവലിയിൽ നിന്നാണ് നോഹ ജനിക്കുന്നത്.
ആ നോഹയും അവൻ്റെ കുടുംബവും മാത്രം ജലപ്രളയത്തിന് രക്ഷപ്പെടുകയാണ്. ആ തലമുറയാണ് നാം എല്ലാവരും. അതുകൊണ്ട് നമുക്ക് ഈ ദൈവം തിരഞ്ഞെടുത്ത ഈ വഴിയിൽ നമുക്കായിരിക്കാൻ സാധിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഈ സാക്ഷാൽ ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തി തപ്പി നോക്കി കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തം വേണ്ടി എടുക്കണം. അതുപോലെ തന്നെ ഈ നോഹയുടെ 3 മക്കളുടെ പാരമ്പര്യത്തിൽ നമ്മൾ പിൽക്കാലങ്ങളിൽ ബാബേൽ കൊട്ടാരത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൈവം അവരുടെ ദൈവത്തിനെതിരായിട്ടുള്ള വെല്ലുവിളി, അവനോടുള്ള മുഷ്ടിമടക്കി അവനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയപ്പോൾ അവർ 70 രാഷ്ട്രങ്ങളായിട്ട് മാറ്റുകയാണ് ഉണ്ടായത്. 70 നേഷൻസ്. അതിനുശേഷം ദൈവം ഒരു വ്യക്തിയിൽ, ഒരു കുടുംബത്തിൽ ഒരു രാഷ്ട്രം പണിയുകയാണ്. അതാണ് ഇസ്രായേൽ. ആ ഇസ്രായേൽ ഇസ്ഹാക്കിനും യൂദയ്ക്കിൽ നിന്നുള്ള 12 ഗോത്രങ്ങൾ കൂടെയുള്ള ഇസ്രായേൽ ജനം. അതാണ് നമ്മൾ 1948 രാഷ്ട്രമായി നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ കണ്ട ഈ രാഷ്ട്രം. അപ്പോൾ അങ്ങനെ 2 വേർതിരിവുകൾ നമുക്ക് കാണാൻ കഴിയും. ഏദാനിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദാമിൻ്റെ മക്കളിൽ കായീൻ്റെ വംശാവലിയും സേത്തിൻ്റെ വംശാവലിയും. സേത്തിൻ്റെ വംശാവലിയിൽ നോഹയും കുടുംബവും രക്ഷിക്കപ്പെടുന്നു. തുടർന്നുള്ള നോഹയുടെ വംശാവലിയിൽ ബാബേൽ 70 ദേശങ്ങളാക്കി ചിതറിച്ചു. ദൈവം ചിതറിച്ചു എന്നുള്ളത് വാസ്തവമാണ്. ആ സാഹചര്യത്തിലാണ് ദൈവം അബ്രാമിനെ വിളിച്ച് തനിക്കായി വേർതിരിച്ചു ഇസ്രായേൽ രാഷ്ട്രം പണിയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ ഈ പ്രവൃത്തി, ഈ 70 രാഷ്ട്രങ്ങളായി മാറ്റപ്പെട്ട അതിൻ്റെ സന്തതികളാണ് നാം. അല്ലെങ്കിൽ നാം എബ്രാഹിമിൻ്റെ വാഗ്ദത്ത സന്തതിയിൽ ജനിച്ച യഹൂദനായിരിക്കണം. നിങ്ങൾ യഹൂദനാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. ഈ യഹൂദനും ഈ യവനനും ഈ ജാതിയിൽ നിന്ന് വന്നവനും 2 പേർക്കും മാനസാന്തരം ആവശ്യം ആണ്. അതാണ് പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിച്ചത്. അപ്പോൾ അങ്ങനെ ഈ ബാബേലിൽ 70 ദേശങ്ങളായി ചിതറിച്ച ആ സമയത്ത് ദൈവം അബ്രാമിനെ വിളിച്ചു തനിക്കായി. ദൈവം അവനെ വേർതിരിച്ചു ഇസ്രായേൽ ദേശം പണിയുന്നു. ബാബേൽ മുതൽ നമ്മൾ വിവിധ മതഭക്തന്മാരുടെ മക്കളായി ജനിക്കുകയാണ്. ഇസ്രായേലിലും അതെ, യഹൂദിൻ്റെ മക്കളായിട്ട് യഹൂദൻ ജനിക്കുന്നു. പക്ഷേ അവനെ വാസ്തവമായിട്ട് ഇന്ന് ദൈവത്തെങ്കിലേക്ക് തിരിക്കാനും മാനസാന്തരപ്പെടുവാനെല്ലാം അവർ ശ്രമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിചിത്രമായൊരു ചോദ്യമാണ്. അതുപോലെ തന്നെയാണ് ജാതികളുടെ ഇടയിലും. കാരണം അതുപോലെ മതങ്ങളുടെ സ്ഥാപകന്മാരും അവരുടെ അത് നടത്തുന്നവർക്കുമാണ് ഏറ്റവും ഇത് കൊണ്ടുപോകുക എന്നുള്ളത്. അതിനുവേണ്ടി ഒരുപാട് ചട്ടങ്ങളും ചട്ടക്കൂടുകളും ഉണ്ടാക്കി വെച്ചിരിക്കുക. അതിൽ അകപ്പെട്ടുപോയ മനുഷ്യനോട് ദൈവത്തെ അന്വേഷിക്കാനും തപ്പി നോക്കി കണ്ടെത്തുവാനും ഉള്ള സുവിശേഷം അറിയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ്. അങ്ങനെ ബാബേൽ മുതൽ വിവിധ മതഭക്തന്മാരുടെ മക്കളായി നാം ജനിക്കുന്നു. നമ്മൾ വിവിധ മതാചാരങ്ങളിലൂടെ കടന്നു പോകുന്നു. അവയിൽ തുടരാൻ നിർബന്ധിതരായി തീർന്നിരിക്കുകയാണ്. എന്നാൽ മതങ്ങളും മതാചാരങ്ങളും ബാബേലിൻ്റെ ആവർത്തനമായി ചരിത്രകാരന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. ബാബേലിൽ നടന്ന സംഭവമാണ് ഇന്ന് ജാതീയമായ ഈ മതാചാരങ്ങൾ കാണുന്നത്. എന്നാൽ ബാബേലിൻ്റെ പശ്ചാത്തലത്തിൽ മഹത്വത്തിൻ്റെ ദൈവം, തേജോമയനായ ദൈവം അബ്രാമിന് പ്രത്യക്ഷപ്പെടുകയാണ്. അവിടെയാണ് ഇസ്രായേൽ ജനത്തിൻ്റെ ആരംഭം. തേജോമയനായ ദൈവം എബ്രാഹിമിനെ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത്, അവനോട് സംസാരിച്ചു. ഇതൊക്കെയാണ് നമ്മൾ അപ്പസ്തോല പ്രവൃത്തികൾ 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. അവിടെ സ്റ്റെഫാനോസിൻ്റെ ചരിത്രപ്രസിദ്ധമായ ഒരു പ്രസംഗമാണ്. അവിടെ പറയുകയാണ് ഇസ്രായേലിൻ്റെ ചരിത്രം. അത് ആരംഭിക്കുന്നത് തേജോമയനായ ദൈവം, ദി ഗോഡ് ഓഫ് ഗ്ലോറി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഗോഡ് ഓഫ് ഗ്ലോറി അപ്പിയേർഡ് ടു എബ്രഹാം. അവിടെ നിന്നാണ് അവരുടെ ജീവിതം ആരംഭിക്കുന്നത്. ഈ വാഗ്ദാനങ്ങൾ നൽകുന്നു, ഉടമ്പടി ചെയ്യുന്നു. ആ തലമുറയാണ് അതിൻ്റെ അവകാശികളാണ് ഇന്ന് ഇസ്രായേലിൽ 1948 തൊട്ട് അവർ രാഷ്ട്രമായി തീർന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രത്യക്ഷനായ ദൈവം അബ്രാഹാമിനോട് സംസാരിച്ചു. വളരെ പ്രധാനപ്പെട്ട സംസാരിക്കുന്ന ദൈവമാണ്. സൃഷ്ടാവ് ചുമ്മാ അകന്നൊരു ദൈവമല്ല. അവൻ നമ്മുടെ കുറിച്ച് കരുതലുള്ളവനും നമുക്ക് വേണ്ടി തന്നെ പുത്രനെ അയച്ചവനും അപ്പോൾ നമുക്ക് വേണ്ടി വന്ന് കഷ്ടം സഹിച്ച് രക്തം ചിന്തി കാൽവരി ക്രൂശിൽ മരിച്ചവനുമാണ്. ഇങ്ങനൊരു കാര്യം നമുക്ക് വേറെ ഒരു മതത്തിലും നമുക്ക് കാണാൻ കഴിയുകയില്ല. അങ്ങനെ ദൈവം അബ്രാഹാമിനെ 1-ാം നൂറ്റാണ്ടിലെ ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുവന്നു. കർത്താവിൻ്റെ മരണത്തിനും യെരുശലേം
കൗൺസിലിനും ഇടയിൽ സ്റ്റെഫാനോസ് പ്രസംഗം. അത് ഞാൻ പറയാൻ കാരണം ഇതൊരു ചരിത്ര സംഭവമാണ്. എബ്രാഹാമിനെ വിളിച്ചു എന്നുള്ളത്, ഇസ്രായേലിന് വാഗ്ദാനങ്ങൾ കൊടുത്തത്, ദേശം കൊടുത്തത്, ഇത് എപ്പോഴാണ് ഈ സ്റ്റെഫാനോസ് ഇത് പ്രസംഗിക്കുകയും അത് ചരിത്രപരമായ സത്യമാകിയാൽ വേദത്തിൽ രേഖപ്പെടുത്തി ചെയ്തിരിക്കുന്നത്? നമുക്കറിയാം AD ഏകദേശം 33 കർത്താവ് യേശു ക്രിസ്തു മരിക്കുന്നത്. അതിനുശേഷം ചരിത്രത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ജെറുസലേമിൽ നിന്ന കൗൺസിൽ. അപ്പസ്തലന്മാർ കൂടി ജാതികൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം, സഭയോട് ചേർന്നതിന് ശേഷം അവിടെ വലിയ പ്രശ്നങ്ങളുണ്ടായി, കൗൺസിൽ കൂടി. അപ്പോൾ 33 കർത്താവിൻ്റെ മരണത്തിനും ഏകദേശം AD 45-50 ആ കാലഘട്ടത്തിൽ നടന്ന കൗൺസിലിനും ഇടയിൽ നടന്നൊരു പ്രസംഗമാണിത്. ആ പ്രസംഗത്തിൽ പറയുകയാണ്, തേജോമയനായ ദൈവം അബ്രാഹാമിന് പ്രത്യക്ഷനായി അവനോട് സംസാരിച്ചു എന്നുള്ളത്. അവന് വാഗ്ദാനങ്ങൾ കൊടുത്ത് ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടിയും വാഗ്ദാനമാണ് ഇന്ന് ദൈവം അത് പൂർത്തീകരിക്കാൻ തക്കവണ്ണം അവൻ്റെ രാഷ്ട്രമാക്കി തീർത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 33 ADക്കും 45 ADക്കും ഇടയിൽ 1-ാം നൂറ്റാണ്ടിൽ ഇസ്രായേൽ ദേശം യഹൂദൻ്റെ പിതാവായ അബ്രാഹാമിന് പാർപ്പിച്ച ദേശമാണ്. അത് പുതിയ നിയമത്തിന് സാക്ഷീകരിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് ഇന്ന് ഈ ഇസ്രായേൽ നടക്കുന്ന യുദ്ധത്തിന് കാരണം അത് വെറും അബദ്ധമാണത്. അത് ഇസ്രായേലിന് ദൈവം കൊടുത്ത സ്ഥലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ സമാധാനം കണ്ടെത്തുമെന്നുള്ളത്. എന്നാൽ അത് ദൈവത്തിൻ്റെ ശത്രുക്കൾക്കും അത് സ്വീകാര്യമായിരിക്കില്ല. ഏകദേശം 200 BC-യിലെ സംഭവമാണ് സത്യസന്ധമായി പുതിയ നിയമത്തിൽ എഴുതി. ദൈവം എബ്രാഹാമിനെ വിളിക്കുന്നത് ഏകദേശം BC, ബിഫോർ ക്രൈസ്റ്റ്, കർത്താവായ യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ്, മരിക്കുന്നതിന് മുമ്പ് 2000 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യമാണ്. അത് ചരിത്ര സംഭവമായിട്ട് സത്യമായിട്ട് അത് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്. തുടർന്ന് ദൈവം അബ്രാഹാമിനെ ഇസ്ഹാക്ക് വഴിയുള്ള സന്തതിക്ക് നിത്യാവകാശമായി ഈ ദേശം നൽകി. ഇന്ന് ലോകത്തിലെ പ്രധാന വിഷയം ഇസ്രായേൽ ആരുടെ ദേശം, ആരാണ് ഇസ്രായേലിൻ്റെ അവകാശി? അത് യഹൂദനാണെന്നുള്ള വേദപുസ്തകം പറയുകയാണ്. യഹൂദനാണ് ഇസ്രായേൽ ദേശത്തിൻ്റെ അവകാശി എന്നുള്ളത്. അങ്ങനെ ദൈവം തൻ്റെ വാഗ്ദാനങ്ങളും ഉടമ്പടികളും നിവൃത്തിയാക്കാൻ ശക്തമായ ഒരു രാഷ്ട്രമാണ്. അത് ദൈവം ചെയ്യുന്ന പ്രവൃത്തിയാണത്. കാരണം ദൈവം അവരെ വിളിച്ചു, ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. അത് ദൈവം വാഗ്ദാനങ്ങളുടെ ഉടമ്പടികളെ നമുക്ക് എഴുതി തന്നിരിക്കുകയാണ്. അത് സംഭവിക്കും, തീർച്ചയായിട്ടും അത് സംഭവിക്കും. അങ്ങനെ ഈ ബാബേലിൽ തുടങ്ങിയ നമ്മുടെ ജാതീയമായ മത പാരമ്പര്യ കാര്യങ്ങൾ ദൈവം അബ്രാഹാമിൽ ആരംഭിച്ച വാഗ്ദാനങ്ങൾ ഉടമ്പടികളുടെയും 2 ഭാഗങ്ങൾ നമുക്ക് കാണാം. ഇവർ 2 പേരും, ഇസ്രായേലും യവനനും, ജാതികളും യഹൂദനും, 2 പേരും മാനസാന്തരപ്പെട്ടു ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം എന്ന് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മാനസാന്തരപ്പെടാത്ത പക്ഷം ന്യായവിധിയിൽ അകപ്പെടും. ഒരു ന്യായവിധി ഇല്ലായിരുന്നു. ഇപ്പം നമുക്ക് രോഗങ്ങളൊക്കെ വരുന്ന മനുഷ്യരാണെന്നാ. ഈ രോഗങ്ങൾ വരുമ്പോൾ പ്രയാസങ്ങൾ, അതിന് വേദനയില്ല എങ്കിൽ ഒരു പ്രശ്നമില്ല. നല്ല വേദനയുള്ളത് കൊണ്ടാണ് നമുക്ക് ഡോക്ടറെ കാണാനും മരുന്ന് കഴിക്കാനോ വേദന പോകാനും അസുഖം മാറാനും നമ്മൾ ആഗ്രഹിക്കും. വേദനയില്ലെങ്കിൽ പ്രശ്നമില്ല. ഒരു ന്യായവിധി ദൈവം നമുക്ക് വെച്ചിട്ടില്ലായിരുന്നെങ്കിൽ നോ പ്രോബ്ലം. പക്ഷേ ന്യായവിധി ഉണ്ട്. അതിനുള്ള തെളിവാണ് മരിച്ചവരുടെ നിന്ന് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ കർത്താവ് യേശു ക്രിസ്തു. അവൻ പ്രത്യക്ഷനായി, വീണ്ടും പ്രത്യക്ഷക്കാരൻ ഞാൻ അയമല്ലായി. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി മനസ്സിലാക്കണം. ന്യായവിധിയിൽ നിന്നുള്ള രക്ഷയ്ക്ക് ദൈവത്തിങ്കിലേക്ക് മനസ്സാന്തരവും യേശു വിശ്വാസവും ആവശ്യമാണ്. ഇന്നത്തെ വിഷയം അതാണ്. ഈ ന്യായവിധി നമുക്ക് ഒരിക്കൽ ദൈവം തീരുമാനിച്ചിരിക്കുന്നുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇന്ന് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവമായിട്ട് രമ്യപ്പെടേണ്ടത് ആവശ്യമാണ്. അതിന് നമ്മൾ ചില ഉത്തരവാദിത്തങ്ങൾ പറയുകയാണ്. വ്യക്തിപരമായിട്ട് അന്വേഷിക്കണം, തപ്പി നോക്കണം, കണ്ടെത്തണം. തീർച്ചയായിട്ടും കണ്ടെത്തും. അത് സംശയമില്ലാത്ത കാര്യമാണ്. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അന്ന് നമുക്ക് നമ്മുടെ ഇന്നത്തെ സന്ദേശം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, കേൾപ്പിച്ച വചനത്തിനായിട്ട് നന്ദി പറയുന്നു. ദൈവത്തിലേക്ക് മനസ്സാന്തരവും യേശുക്രിസ്തുവിൽ വിശ്വാസവും അത് ദൈവ കൃപയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ അത് വാസ്തവമായൊരു മാനസാന്തരം ഉണ്ടാകുവാനും തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ ദൈവത്തിൽ വാസ്തവമായിട്ട് വിശ്വസിക്കുവാൻ ഇടയാക്കണമേ എന്ന് അടിയങ്ങൾ അപേക്ഷിക്കുന്നു. സമാധാനത്തോടെ പറഞ്ഞയക്കണമേ, കൃപയിൽ പൊതിഞ്ഞുകൊള്ളണമേ, ശക്തി ഞങ്ങളെ കാത്തുകൊള്ളണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം.
കേൾക്കാം. താങ്ക് യു വെരി മച്ച്.